ഒരു സ്ത്രീക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൈം പീരീഡാണ് നമ്മൾ ഈ പോസ്റ്റ്നേറ്റൽ ടൈം എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ആളും ഇത്ര സ്നേഹത്തോടെ കൊടുക്കുക, കഴിക്കുന്ന ആളും കുറച്ച് സ്നേഹത്തോടെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇത്തിരി രുചി കൂടുതൽ ചെയ്യും. എത്രത്തോളം എന്നതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനായിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പോസ്റ്റ്നേറ്റൽ ടൈം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നൊരു സ്ത്രീയാണല്ലേ. ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഹോർമോൺ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഇമോഷണൽ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട്, മെൻ്റൽ ഹെൽത്തിനെ അവർ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു സ്ത്രീക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൈം പീരീഡാണ് നമ്മൾ ഈ പോസ്റ്റ്നേറ്റൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ആഹാരത്തിനുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു സമയമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹീലിംഗ് ടൈമാണ്. ഒരുപാട് വന്നിട്ടുള്ള ഈ ഒരു ഹീലിംഗ് പീരീഡിൽ അപ്പോൾ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ലാക്ടേഷൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈം പീരീഡാണ്. അപ്പം അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ. ദഹനശക്തി വളരെ കുറഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള പോഷകാഹാരങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ കഴിക്കാൻ ശ്രമിക്കേണ്ടത്. കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മെൻ്റൽ ഹെൽത്തിനെയും കൂടി നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ആളും ഇത്ര സ്നേഹത്തോടെ കൊടുക്കുക, കഴിക്കുന്ന ആളും കുറച്ച് സ്നേഹത്തോടെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇത്തിരി രുചി കൂടുതൽ ചെയ്യും.